ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ മൈൻക്രാഫ്റ്റ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും വില്ലേജിനടുത്ത് തന്നെയാണ് സ്പോൺ ആയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വില്ലേജ് വെച്ച് തന്നെയാണ് ചത്തത്. അപ്പോൾ നമുക്ക് വില്ലേജിലേക്ക് തന്നെ വീണ്ടും പോവാം. അങ്ങനെ നമ്മളൊരു വീട്ടിൽ കയറി. എന്താ ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, അത് തുറന്ന് നോക്കാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഈ ചെസ്റ്റ് തുറന്ന് സാധനങ്ങളൊക്കെ എടുത്തതാണ്, അത് ഞാൻ മറന്നുപോയി. എന്തായാലും നമുക്ക് ഈ ചെസ്റ്റ് ആവശ്യമില്ല, നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാം. ഇവിടെയും കുറച്ച് വില്ലേജ് ഉണ്ട്. വില്ലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കയറിയ വില്ലേജിൻ്റെ തന്നെ ബാക്കിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഫാമുണ്ട്, നമുക്കത് നോക്കാം. അതിന് മുമ്പ് ഈ വീട്ടിൽ കയറാം. ഓക്കെ, ഇവിടെ ഒരു ചെസ്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അയൺ സോഡും 2 അയൺ ബൂട്ടും ആണുള്ളത്. നമുക്ക് നമ്മുടെ ഇൻവെൻ്ററിയിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ചെസ്റ്റും കൂടി അങ്ങ് ബ്രേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഒരു വീട് വയ്ക്കുമ്പോൾ ആവശ്യം വരും, അതിൻ്റെ അകത്ത് ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫാം നോക്കാം. ഈ ഫാമിൽ നിന്ന് കുറച്ച് ഫുഡ് എടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ ബീട്രൂട്ടാണ് ഇരിക്കുന്നത്, അത് നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് അപ്പുറത്തത് നോക്കാം. അപ്പുറത്തേൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പൊട്ടാറ്റോ ആണ് ഇരിക്കുന്നത്, അത് നമുക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ഈ വീട്ടിൽ കയറാം. ഈ വീട്ടിൽ നിന്ന് ഇവിടെ ഒരു ബെഡ് ഇരിക്കുന്നുണ്ട്, ആ ബെഡ് നമുക്ക് എടുക്കാമേ. ഓക്കെ, നമ്മൾ എല്ലാം ചെയ്ത് ഇറങ്ങിയപ്പോൾ സൂര്യൻ താഴ്ന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു ബെഡ് എടുത്ത് വെച്ച് കിടക്കാം. ഓക്കെ, ബെഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് അടുത്ത് പോയിട്ട് കിടക്കാം. ഓക്കെ, നമ്മൾ എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെഡ് ബ്രേക്ക് ചെയ്തെടുക്കാം, എന്നിട്ട് വെളിയിലോട്ട് പോകാം. ഓക്കെ, നമ്മളിവിടെ മരമൊന്നും അടുത്ത് കാണാനില്ല. അപ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് വുഡ് ബ്രേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ അതിന് മുമ്പ് എല്ലാം എടുത്തിട്ടുണ്ട്. തീ പിടിച്ച് ഓട്ടെ എന്താണത്? നോക്കട്ടെ ഒരു മിനിറ്റ്. അത് അതിന് മുമ്പേ കാഞ്ഞു പോയി. ഇനി നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം കുറച്ച് ഓക്ക് പ്ലാങ്ക്. ഓക്കെ, എന്തോ തട്ടിയല്ലോ, നോക്കട്ടെ. തീ പിടിച്ച് എവിടെ നിന്ന് വന്നതെന്ന് നോക്കട്ടെ. ഒരു വില്ലേജ് സോംബിയാണ് അത്. അതിന് മുമ്പേ കാഞ്ഞു പോവായിരിക്കും, നോക്കാം. താഴോട്ട് ഇറങ്ങട്ടെ. ചത്ത്. ഓക്കെ, നമ്മൾ ഓക്ക് പ്ലാങ്ക്സ് നേരത്തെ ഉണ്ടാക്കി. ഇനി നമുക്ക് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കണം. അതിന് മുമ്പേ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്കിപ്പോൾ സ്റ്റിക്ക് ആദ്യം ഉണ്ടാക്കാം. നമ്മൾ ടൂൾസൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കാം.
ഓക്കെ, ഇതോ നമ്മളവിടെ ഒരു ക്രീപ്പർ നിൽപ്പുണ്ട്. അതിന് നമ്മൾ അടുത്തോട്ട് വിളിച്ച് നമുക്കതിനെ പൊട്ടിക്കാം. ഓക്കെ, അത് പൊട്ടിയില്ല, ഒന്നുകൂടെ വരട്ടെ. അപ്പോൾ പൊട്ടിക്കാം നമുക്ക്. 3, 2, 1 ഡും. ഓക്കെ, അത് പൊട്ടിയിട്ടുണ്ട്. ഒരു സീഡ് ഇത് കിടക്കണം, അത് നമുക്ക് കളക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒന്നുമില്ല. നമുക്ക് കുറച്ച് സ്റ്റോൺ ബ്രേക്ക് ചെയ്തെടുക്കണം. ബ്രേക്ക് ചെയ്യാം. ഇനി നമുക്ക് പുറത്തിറങ്ങാം. ഓക്കെ, ഇനി പുറത്തിറങ്ങിയിട്ട് നമുക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. കാരണം നമ്മൾ 2 ദിവസമായിട്ട് ഇതാ ഈ വില്ലേജിൽ തന്നെയാണ് കറങ്ങിക്കൊണ്ട് നടക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാം. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ വീട് വയ്ക്കാം. നമുക്കപ്പോൾ ഈ സാൻഡ്, അതായത് ഈ ഡേർട്ടൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഡർട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ ബേസ് ആദ്യം ഉണ്ടാക്കാം. ബേസ് ഉണ്ടാക്കാൻ ആദ്യം നമ്മളെ കയ്യിലുള്ള ഡർട്ട് എടുക്കണം. ഓക്കെ, നമ്മൾ ഇൻവെൻറ്ററി ചെയ്തോളുന്നു. 61 ഡർട്ട് നമ്മളിലുണ്ട്. അത് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബേസ് ആദ്യം ഉണ്ടാക്കാം. ഓക്കെ, നമ്മളങ്ങനെ ബേസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കെട്ടി തുടങ്ങാം. ആദ്യം ഇവിടെ വയ്ക്കാം. ഓക്കെ, ഓക്കെ, നമ്മൾ ബേസ് അല്ല, സോറി, എൻ്റെ മുകളിൽ ഭാഗം നമ്മൾ ഫുള്ള് വച്ച് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഫുള്ള് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവസാനത്തെ ഔട്ട്ലുക്ക് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഹൗസ്. ഹൗസിനൊരു ഡോറിൻ്റെ കുറവുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പോയി എടുക്കാം. ഇപ്പോൾ നമുക്ക് കിടന്നുറങ്ങാം. എന്താ കിടക്കാൻ പറ്റാത്ത, ഒന്നുകൂടെ പോയി കിടക്കാം. 1 മിനിറ്റ്. ഓക്കെ, തിരി അവിടെ ഒരു സ്കെൽട്ടൺ നിൽപ്പുണ്ട്. ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാം. ഓക്കെ, നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഡോർ വയ്ക്കേണ്ട പരിപാടി നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരെ വില്ലേജിലോട്ട് വിടാം. എന്നിട്ട് അവിടെ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ കതവ് പൊളിച്ചെടുത്തോണ്ട് വരാം. ഓക്കെ, ഇവിടെ കുറച്ച് ഹേ ഉണ്ട്, അതായത് വൈക്കോലുണ്ട്. നമുക്കത് കുറച്ച് എടുക്കാം. എന്നിട്ട് നമുക്കതിനെ വീറ്റാക്കിയിട്ട് നമുക്കതിനെ വീണ്ടും ബ്രെഡ് ആക്കാം. ഓക്കെ, നമ്മളങ്ങനെ വീണ്ടും പോകാൻ അവിടെ വില്ലേജറിനെ എടുത്തിട്ട് സോംബി അലക്കുകയാണ്. നമുക്ക് രക്ഷിക്കാം. തീ പിടിച്ച് ഓട്. ഭാഗ്യം പോയി. ഇനി എല്ലാം എൻ്റെ പിറകെയാണല്ലോ. നമുക്ക് പോവാം, ബാക്കിലോട്ട് ഇറങ്ങിപ്പോകാം. താഴോട്ട് ഇറങ്ങി. നമുക്ക് അതിനെ വട്ടം കറക്കാം. മരിച്ച് ഓരോന്നായിട്ട് ചത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ നോക്കാം. ആരും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം ചത്തു. നമ്മൾ രക്ഷപ്പെട്ടു. യെസ്. അവിടെ കുറച്ച് മണി കിടപ്പുണ്ട്, അത് നമുക്ക് ടേക്ക് ചെയ്യാം. സോറി, മണിയല്ല, അത് XP ആണ്. ഓക്കെ, നമുക്കിനി ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വച്ചിട്ട് നമുക്ക് വൈക്കോല് നമുക്ക് വീറ്റാക്കിയിട്ട് അതിനെ ബ്രെഡ് ആക്കാം. ഓക്കെ, നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വച്ചിട്ടുണ്ട്. ഇനി അതിനെ വൈക്കോലിനെ വീറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളെല്ലാം ബ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തെടുക്കാം.
ഇനി നമ്മളിവിടെ വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കാം. പിന്നെ നമ്മൾ അവിടെ ഒരു ഫാം കണ്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. നമ്മളിവിടെ നിന്ന് നമ്മളെ വീട്ടിൽ വയ്ക്കാനൊരു ഡോർ ബ്രേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതവിടെ ഒരു വീറ്റിൻ്റെ ഫാമിൽ തന്നെ ഉണ്ട്. നമുക്ക് അതിൽ നിന്ന് വീറ്റെടുത്തിട്ട് നമുക്ക് അതിനെ ബ്രെഡാക്കാം. ഇറങ്ങൂ, കയറൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ അതും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ഹേ ഉണ്ട്, അതായത് വൈക്കോലുണ്ട്. അതും നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഹേ എല്ലാം ബ്രേക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് വൈക്കോൽ, നമുക്ക് വീറ്റ് ഇനി ബ്രേക്ക് എല്ലാം കളക്ട് ചെയ്യാം. ഓക്കെ, അതിൻ്റെ സീഡും കിട്ടണുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് ആ സീഡ് നമുക്ക് ഇവിടെ നട്ടു വയ്ക്കാം. ഓക്കെ, നമ്മൾ ആ സീഡ് എടുത്ത് നമ്മൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇവിടെ നടാം. ഓക്കെ, ഓരോന്നായിട്ട് നടാം. അതാകുമ്പോൾ വില്ലേജറിൻ്റെ പണി കുറയും ചെയ്യും. ഇനി നമ്മൾ വീണ്ടും വരുമ്പോൾ അപ്പോഴത്തേക്കും വളർന്നു നിൽക്കും. നമുക്കും ഒരു പ്രയോജനമാണ്. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് എല്ലാം കളക്ട് ചെയ്ത് നമുക്ക് അതിനെ ബ്രെഡാക്കാം. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ക്ഷാമം ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് എത്ര ബ്രെഡുണ്ട്? ഇപ്പോൾ നമുക്ക് 24 ബ്രെഡുണ്ട്, 29 പൊട്ടാറ്റോ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞുകൂടാം. പിന്നെ നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കണം. ഇനി കിട്ടിയ വീറ്റൊക്കെ നമുക്ക് ബ്രെഡാക്കണം. അതിന് മുമ്പേ നമ്മൾ ഒരു ഹോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ ചാടിയപ്പോൾ അവിടുത്തെ പ്ലാന്റിങ് മണ്ണ്, അതായത് അവിടെ മണ്ണായിരുന്നത് ചെളിയായി. പിന്നെ അവിടെ നമുക്ക് സീഡ് നടാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ഹോ വച്ച് ശരിയാക്കിയിട്ട് നമ്മളവിടെ സീഡ് നട്ടു. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വീട് തപ്പണം. അയ്യോ, വഴി മാറി. അത് വഴിയാണെന്ന് തോന്നുന്നു. നമുക്ക് വേഗം വീട്ടിൽ പോകണം. കാരണം ഡോർ ഫിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കണം. അപ്പോൾ ബ്രെഡൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. നമ്മളവിടെ വച്ചില്ലായിരുന്നു. എല്ലാം ഇനി വീട് ഒന്നുകൂടെ സെറ്റാക്കണം. ഓക്കെ, ഇവിടെ ചാടി കയറാൻ കുറച്ച് പണിയാണ്. ഓക്കെ, കയറിയിട്ടുണ്ട്. അങ്ങോട്ടായിരുന്നോ വീട്? അല്ലല്ലോ. അയ്യോ, വീടിൻ്റെ വഴി മറന്നുപോയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നുകൂടി പോയി നോക്കാം. കാരണം വന്ന വഴി മറന്നുപോയി. ഇവിടെ എവിടെ ആയിരുന്നല്ലോ? അപ്പുറത്തെ സൈഡിലാണോ? അപ്പുറത്തെ സൈഡിലൊന്ന് പോയി നോക്കാം. കയറട്ടെ. ഇനി ഇവിടെ നിന്ന് കയറാനാണ് കുറച്ച് പണി. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചാടി കയറാം. ഓക്കെ. വീണു. വീണ്ടും ചാടി കയറി. അങ്ങനെയൊക്കെ അപ്പുറത്തെ സൈഡിലായിരുന്നു തോന്നുന്നു. അതോ എവിടെയാണോ? ഇവിടെയല്ലേ നമ്മളിപ്പോൾ കയറിയത്? അല്ലല്ലോ. ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ കയറിയത്. ഇവിടെ അല്ലല്ലോ, അപ്പുറത്തെ സൈഡിലാണോ? ഓക്കെ, നമുക്ക് അങ്ങോട്ട് ഓടിപ്പോവാം. അപ്പോൾ നമുക്കിനി അവിടെ ചെന്നിട്ട് ബ്രെഡ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ, അതായത് ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അതാകുമ്പം ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇതിൻ്റെ മണ്ടയിൽ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഓക്കെ, ഇവിടെ കയറി നിന്ന് ആദ്യം നോക്കാം. ഓക്കെ, ഈ സൈഡിലാണോ? അല്ലല്ലോ, അവിടെ ഒന്നും കാണാനില്ല. ചെളി വെച്ചുണ്ടാക്കിയതാണ്, അതായത് ഡർട്ട് വെച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ കാണാൻ പറ്റും. കാരണം ഈ പച്ചപ്പിൻ്റെ ഇടയിലൊരു ചെളി എന്തായാലും കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിയതാണ്. ഇനി അപ്പുറത്തെ സൈഡിൽ നോക്കാം. എൻ്റെ മണ്ടേ കയറട്ടെ. ഓക്കെ, ഇവിടെ ഒന്നും കാണാനില്ല. നമുക്ക് അറ്റത്ത് പോയി സാഹസ്യം കാണിക്കാം. ഓക്കെ, എങ്ങനെയും വേണം. അതോടെ ചത്തു. നോക്കാം. സൺസെറ്റ് നമുക്കിവിടെ നിന്ന് കാണാം. അവിടെ നിന്ന് ചന്ദ്രൻ ഉദിച്ച് വരുന്നുണ്ട്. നമുക്ക് അപ്പുറത്തോട്ടൊന്ന് നോക്കി നോക്കാം. ചാടി ഇറങ്ങി അപ്പുറത്ത് നമ്മളെ വീട് കണ്ടുവെന്ന് നോക്കാം. ഓക്കെ, നമ്മളവിടെ വീട് കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ ചാടാം. ഇവിടെ അയണുണ്ടല്ലോ. നമുക്കിത് വെച്ച് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, സോറി. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ പിക്കാക്സ് നമ്മൾ ബ്രേക്ക് ആയത് നമ്മൾ മറന്നു പോയായിരുന്നു. നമ്മളതിൽ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സാധനവുമില്ല.
നമുക്ക് ഈ ആക്സ് വെച്ചും ഹോ വെച്ചും നമുക്ക് ഈ അയൺ ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അയൺ നമുക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബ്രേക്ക് ആക്കാൻ പറ്റും, ബട്ട് ഇവിടെ നമുക്ക് അയൺ കിട്ടില്ല. അതിന് നമ്മൾ പിക്കാക്സ് തന്നെ വേണം. നമുക്ക് ഒന്നുകൂടെ നോക്കാം, നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ടോ എന്ന്. ഇല്ല, നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് കല്ല് വേണം. അപ്പോൾ നമുക്ക് കല്ല് ക്രാഫ്റ്റ് ചെയ്തെടുക്കാം. അതിന് മുമ്പേ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് കാണാനില്ല. കണ്ടോ, പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സാധനം നമ്മളെ കയ്യിലില്ല. നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് എല്ലാം ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് സ്റ്റോൺ ഇത് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഒരു സംശയമാണ്. നമ്മളിപ്പോൾ ആക്സ് വെച്ചാണ് സ്റ്റോൺ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് സ്റ്റോൺ കിട്ടിയിട്ടില്ല കേട്ടോ. സ്റ്റോൺ ഇത് വെച്ച് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ വഴിയും ബൂം. കാരണം നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നുകിൽ സ്റ്റോൺ വേണം, അല്ലെങ്കിൽ നമ്മുടെ വുഡ് വേണം, അതായത് പ്ലാങ്ക്. പക്ഷെ നമ്മളെ കയ്യിൽ അത് രണ്ടും ഇല്ല. അതുകൊണ്ട് നമുക്ക് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റില്ല. നമുക്ക് എന്നാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ട്, ബട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല അത്. ഓക്കെ, ഇവിടെ വേറെ വഴിയില്ല. നമുക്ക് ഈ ഡർട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാണ്ടി വരും. ഓക്കെ, നമ്മൾ ഹോ വച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്, ബട്ട് നടക്കുന്നില്ല. താഴെയാണെങ്കിൽ ഇതാ കുറേ സോംബിയും കുറേ സ്കെൽട്ടണും കുറേ ക്രീപ്പറും ഒക്കെ നമ്മളെ തിന്നാൻ വേണ്ടി നടക്കുകയാണ്. എന്നെ കണ്ടിട്ടില്ല, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ സ്കെൽട്ടൻ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അതോടെ കഴിഞ്ഞു. 2 അമ്പ് വിടുമ്പോഴത്തേക്കും നമ്മൾ നീങ്ങി തറയിൽ വീഴും. അതോടെ നമ്മൾ ചാവും. എനിക്ക് തോന്നുന്നു ക്രീപ്പറല്ല, സോറി, സോംബി നമ്മളെ കണ്ടിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് ഇതാ അവിടെ കൂട്ടം കൂടി നിൽപ്പുണ്ട്. നമ്മളെ കണ്ടതുകൊണ്ടായിരിക്കാം. ഓക്കെ, എന്തായാലും അവിടെ കൂട്ടം കൂടി നിന്നെന്ന് പറഞ്ഞ കാര്യമില്ല. നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഈ എന്ത് ചെയ്യണമെന്നാണ് ഞാനിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ബ്രേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ബ്രേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡയറക്റ്റ് കുഴിച്ച് താഴോട്ട് പോയാൽ ക്രീപ്പർ നമ്മളെ അടുത്ത് വന്നിന്ന് പൊട്ടും, അല്ലെങ്കിൽ സ്കെൽട്ടൻ നമ്മളെ വെടിവെച്ച് കൊല്ലും. സോറി, വെടിയല്ല, അമ്പ് വിട്ട് കൊല്ലും, അല്ലെങ്കിൽ ക്രീപ്പർ നമ്മളെ കടിച്ചു കൊല്ലും. എന്തായാലും ഏതെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴോട്ട് കുഴിച്ച് പോകാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മുകളിലോട്ട് കയറേണ്ടി വരും. മുകളിലോട്ട് കയറിയാൽ സേഫ് ആയിരിക്കാം. ഓക്കെ, നോക്കാം. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. നമ്മളെ കയ്യിൽ ഒരു ആരോ ഉണ്ട്. അത് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ചു അത് എറിയാൻ പറ്റുമായിരിക്കുമെന്ന്. അത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ മഴയും പെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ രാവിലെ ആക്കണമോ അതോ മുകളിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, നമുക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്, ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. നോക്കാം, എന്ത് ചെയ്യും മല്ലയ്യ, എന്ത് ചെയ്യും? നമുക്ക് താഴോട്ട് കുഴിക്കാൻ ഇനി പറ്റില്ല. കാരണം താഴെ നമ്മൾ നിൽക്കുന്ന സ്ഥലം സ്റ്റോണാണ്. സ്റ്റോൺ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും, ബട്ട് ഞാൻ അത് ചെയ്യുന്നില്ല. നമുക്ക് മുകളിലോട്ട് കയറാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. അയൺ പോണെങ്കിൽ പോട്ടെ, നമുക്ക് ജീവനാണ് വേണ്ടത്. അയൺ പിന്നെ ആയാലും നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഡേർട്ടൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം, എന്നാലേ നമുക്ക് മുകളിലോട്ട് കയറാൻ പറ്റൂ. ഓക്കെ, നമ്മൾ എല്ലാ ഡയറക്റ്റും നമ്മളിവിടെ നിന്ന് ബ്രേക്ക് ചെയ്തെടുക്കാൻ പറ്റുകയാണ്. എത്ര ഡയറക്റ്റ് നമുക്ക് കിട്ടുമോ അത്രയും ഡയറക്റ്റ് വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് കയറാം. ഓക്കെ, മുകളിലോട്ട് കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ താഴെ ഇറങ്ങാം. എന്നിട്ട് ഏതെങ്കിലും ഒരു വില്ലേജറിൻ്റെ വീട്ടിൽ കയറി ഇരിക്കാം. ഓക്കെ, നമുക്ക് ഇത്രയും ഡയറക്റ്റാണ്. ഇടിമിന്നലൊക്കെ പറ്റുന്നു. അത് നമ്മൾ ദേഹത്ത് തട്ടുമോ എന്നാണ് എനിക്കൊരു ഡൗട്ട്. ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചാവൂലേ? എൻ്റെ ഒരു ഡൗട്ടാണ്, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഒരു കോള് വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ബാക്ക് അടിക്കാം. ഓക്കെ, അതൊരു കോള് വന്നതാണ്. അപ്പോൾ സോറി ഫോർ ദാറ്റ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഡർട്ട് വെച്ച് നമുക്ക് മുകളിലോട്ട് കയറി പോകാം. മുകളിലൊന്നും ഉണ്ടാവില്ല, കാരണം ഇതൊരു ഭയങ്കര പൊക്കമുള്ളൊരു മലയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും സ്പോണായിട്ടുണ്ടാവില്ല. നമുക്ക് മുകളിലോട്ട് പോകാം, കാരണം ഇവിടെ ഒരു കേവൊന്നുമില്ല ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇവിടെ നിന്ന് ചാടണോ ഇതുവഴി കയറണോ എന്നാണ് ആലോചിക്കുന്നത്. ഓക്കെ നമുക്ക് കയറാം. വീണ്ടും കോൾ വന്നതിൻ്റെ മെസ്സേജ് വരുന്നുണ്ട്. സോറി ഫോർ ദാറ്റ്. ഓക്കെ,
ഓക്കെ ഓക്കെ, നമ്മൾ ഡർട്ട് നമ്മൾ വീണ്ടും ഇതാക്കുകയാണ്. ഡർട്ട് നമ്മൾ വീണ്ടും ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബ്രേക്ക് ചെയ്തിട്ട് യെസ്, നമ്മളങ്ങനെ മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുവഴി താഴെ ഇറങ്ങാമെന്നാണ്. താഴെ ഇറങ്ങാൻ പറ്റുമല്ലോ, പക്ഷെ താഴെ ഇറങ്ങാൻ സൂക്ഷിച്ചിറങ്ങണം. ദോ അവിടെ ഒരു സ്കെൽട്ടൺ നിൽപ്പുണ്ട്. കൂടെ തന്നെ ഒരു ക്രീപ്പർ ഉണ്ടെങ്കിൽ പേടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ക്രീപ്പർ ഉള്ള സമയത്ത് ഏത് വഴി വേണോ വന്ന് സ്വയം പൊട്ടും. മിന്നലടിച്ച് സത്യം ഏത് വഴി വേണോ വന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു ക്രീപ്പറും ഒരു സ്കെൽട്ടണും ഒരു സോംബി നിൽപ്പുണ്ട്. സോംബി നമ്മളെ കണ്ടോണ്ടായിരിക്കും എന്തോ വന്ന് തട്ടിയല്ലോ. ഇവിടെ അതോ ഒരു എന്താണ് ഇത് മ്യൂസിക്. ഗൈസ്, നമ്മൾ ചത്തിരിക്കുന്നു. സോ ഗൈസ്, നമ്മൾ ഈ പാർട്ടിൽ ചത്തുപോയിട്ടുണ്ട്. ബട്ട് അടുത്ത പാർട്ടിൽ ഇതിനെക്കാട്ടി പവർഫുൾ ആയിട്ടായിരിക്കും ഞാൻ വരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസായി വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ. ബൈ.